ആലിക്കുട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പ്ലേസ് ഐ സ്ട്രോങ്ലി റെക്കമെൻഡഡ് ഫോർ എവ്രി വൺ. ഒരു ഏജ് ഗ്യാപ്പോ ഏജ് എന്നില്ല. എൻ്റെ ന്യൂ ബോൺ ആയിട്ടുള്ള ബേബി മുതൽ എത്ര പ്രായപരിധി എന്നില്ല. ഏത് പ്രായത്തിലുള്ള ആളുകൾക്കും എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ കൺസേൺസ് ഇല്ലാതെ സുഖചികിത്സയ്ക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ, നിങ്ങൾ ഇങ്ങനെ അന്വേഷിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ ഐ സ്ട്രോങ്ലി റെക്കമെൻഡ് ദിസ് പ്ലേസ്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് നിഹാല. ഞാൻ വൈലത്തൂർ നിന്നാണ് വരുന്നത്. ഞാൻ ആലിക്കുട്ടീസിലോട്ട് വരാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഡെലിവറി സംബന്ധിച്ചാണ്. എൻ്റെ ഫസ്റ്റ് ഡെലിവറി ഒരു 5 years ബാക്കിലായിരുന്നു. ഞാൻ ഇവിടെ ആയിരുന്നു പ്രസവിച്ചു വരുന്നിരുന്നത്. ആൻഡ് ഈ ഒരു പ്ലേസ് റെക്കമെൻഡ് ചെയ്തത് ആക്ച്വലി എൻ്റെ ഒരു കസിനാണ്, ഡോക്ടർ സുനീൽ എന്ന് പറയും. അവരിപ്പോൾ ഇവിടെ ഇല്ല. അവരാണ് എനിക്കിത് റെക്കമെൻഡ് ചെയ്തത്. ഒരു കൊറോണ സമയത്തായിരുന്നു. ഈ കൊറോണ സമയത്ത് ആക്ച്വലി നമുക്ക് ഭയങ്കര വെറീഡ് ആയിരുന്നു. ഇങ്ങനത്തെ ഒരു സംഭവം കേട്ടു. ട്രീറ്റ്മെന്റ് പ്ലേസസ് അന്നും ഇത്ര ഇല്ലെങ്കിലും കുറച്ച് പ്ലേസസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കൺഫ്യൂഷൻ ആയിട്ട് ഇരിക്കുമ്പോഴാണ് ഡോക്ടർ ഇത് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നപ്പോഴാണ് ഇവിടുത്തെ ചികിത്സ, ഇവിടുത്തെ മസാജിങ് ഡോക്ടേഴ്സ്, അതുപോലെ ഇവിടുത്തെ സ്റ്റാഫ്സും നോൺ സ്റ്റാഫ്സും അവരൊക്കെ അവരുടെ ഡ്യൂട്ടി അവർ എത്രത്തോളം ആത്മാർത്ഥതയോടെയാണ് അവര് ചെയ്യുന്നത് എന്നതിന്റെ റിസൾട്ട് കൊണ്ടാണ് ഞാനിവിടെ വീണ്ടും ആഫ്റ്റർ 5 years ബാക്ക് വരുന്നത്. എൻ്റെത് ആദ്യത്തെ മോനായിരുന്നു. കുട്ടി തീരെ തടിയില്ല. പിന്നെ എനിക്കും തന്നെ കുറെ കൺസേൺസ് ആയിട്ട്, എന്ന് വെച്ചാൽ വേരിക്കോസ് വെയിൻ. ഞാനൊരു ടീച്ചറായിരുന്നു. അപ്പോൾ അതിന്റെ കൺസേൺസും വേരിക്കോസ് വെയിനും ഒക്കെ ഉണ്ടായിരുന്നു. അതന്ന് കംപ്ലീറ്റ് ക്യൂർ ആയിരുന്നു. പിന്നെ നിങ്ങൾക്ക് ലേഡീസിന് അറിയാം, സ്ട്രെച്ച് മാർക്ക് ആഫ്റ്റർ പ്രഗ്നൻസി നമുക്ക് വരുന്ന സ്ട്രെച്ച് മാർക്കുകൾ, അതുപോലെ തന്നെ വയറ് ചാടൽ, ഇങ്ങനെയുള്ള പല കേസസും വരാറുണ്ട്. അതിനാണ് ഇങ്ങനത്തെ ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുക്കാറ്. പക്ഷേ എനിക്ക് അന്ന് അങ്ങനത്തെ ഒരു കോംപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കോംപ്ലിക്കേഷൻസ് അല്ല, പ്രോബ്ലംസ് ഒന്നും അങ്ങനെ വന്നിട്ടില്ല. ബാക്ക് പെയിൻ ഇല്ല, ഒരു ബോഡി പെയിൻസോ ജോയിന്റ് പെയിൻസോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ സെക്കൻഡ് ബേബി പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഞാനും എൻ്റെ ഹസ്ബൻഡും ആദ്യം എടുത്ത തീരുമാനം ഏത് ഡോക്ടറെ കാണിക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മിംസിലാണ് യൂഷ്വൽ ആയിട്ടുള്ള ഡോക്ടർ. അത് കഴിഞ്ഞതിന് ശേഷം ട്രീറ്റ്മെന്റ് ഒരു ഡൗട്ടും ഇല്ലായിരുന്നു. നമ്മൾ ആലിക്കുട്ടീസ് തന്നെയായിരുന്നു പ്രിഫർ ചെയ്തിരുന്നത്. 5 years കഴിഞ്ഞപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ, ഇനിയിപ്പോൾ ആ ട്രീറ്റ്മെന്റ് അതുപോലെ കിട്ടുമോ എന്നുള്ളത് നമുക്കൊരു ഡൗട്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ അതിലും ബെറ്റർ ആണ് എല്ലാ കാര്യം. അതിലും ട്രീറ്റ്മെന്റ് ആയിക്കോട്ടെ, ഫുഡ് ആയിക്കോട്ടെ, ഡോക്ടേഴ്സ് ആണെങ്കിൽ അന്ന് വന്നതിനേക്കാളും കൂടുതലായിട്ട് ഡോക്ടേഴ്സ് നമ്മൾ വിസിറ്റ് ചെയ്യാൻ റൗണ്ട്സിന് വരാൻ തുടങ്ങി. കുട്ടികളുടെ ഡോക്ടേഴ്സ് എല്ലാവിധ ഒരു ദിവസം 1-2 ഡോക്ടേഴ്സ് എന്തായാലും റൗണ്ട്സിനുണ്ടായിരിക്കും. പിന്നെ നേഴ്സസ് പറയാതിരിക്കാൻ വയ്യ, നമ്മളുടെ കൂടെ ഉള്ള പോലെയായിരുന്നു. പിന്നെ എൻ്റെ റൂമിന്റെ തൊട്ടപ്പുറത്തായിരുന്നു നഴ്സിംഗ് സ്റ്റേഷൻസ്. സോ ഇതൊക്കെ ഒരു വലിയ കിട്ടലാണ്. നമ്മളെ വീട്ടിലാണെങ്കിൽ നമുക്ക് നോർമൽ ഉഴിച്ചിലാണ് ഉണ്ടാവല്. പക്ഷെ ആലിക്കുട്ടീസിൽ വന്നതിന് ശേഷം എന്തായിരുന്നു എണ്ണ തേച്ച് പൊളി, എന്താണ് ഒഴിച്ചിൽ, ഇതൊന്നും അവിടെ പുറത്തിരിക്കുന്ന ആളുകൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാത്തത് കൊണ്ടാണ്. ശരിക്കും ഇത് എക്സ്പീരിയൻസ് ചെയ്താൽ നമ്മള് ഡെലിവറി എന്നുള്ള പ്രശ്നം മാത്രമല്ല, ഒരു സുഖ ചികിത്സക്ക് വരെ നമ്മളിവിടെ വന്നു പോവും. ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മസാജിങ്, പാത്തി ചികിത്സ, ഉഴിച്ചിലും, അതേപോലെ കിഴി വെച്ചിട്ട് നമ്മളുടെ ടമ്മി അത്രയും ഒതുക്കി തരിക. പിന്നെ ഇവരുടെ ഏറ്റവും എടുത്ത് പറയേണ്ടത് ഇവരുടെ ഒരു ടമ്മി ടക്കർ ബെൽറ്റ് ഉണ്ട്. നോർമലി യൂഷ്വലി ഒരു ബെൽറ്റ് വെച്ചിട്ടൊക്കെയാണ് അവർ ചെയ്യല്. ഇത് ഒരു രണ്ടാളുകൾ പലതും എടുത്ത് നിന്നിട്ടുള്ളൊരു പ്രോസസ്സിങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് പറയുകയാണെങ്കിൽ എൻ്റെ ടമ്മി അല്ലെങ്കിൽ സ്ട്രെച്ച് മാർക്ക് പോലെയുള്ള പ്രശ്നങ്ങളൊന്നും എനിക്കില്ല. ഈവൻ ഇവര് കുളിപ്പിക്കുന്നത് വരെ വേറെ ഒരു ശൈലിയിലാണ്. അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്താലേ അതിനെ കുറിച്ച് അറിയുള്ളൂ. പിന്നെ കുട്ടിയുടെ കാര്യം, ബേബിയുടെ കാര്യം, സെക്കൻഡ് ബേബി എൻ്റെത് 8.5 മാസത്തിൽ തികയാതെ പ്രസവിച്ച ബേബി ആയതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം എന്തൊക്കെ കോംപ്ലിക്കേഷൻ. അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയ ഉടനെ ഇവിടെ വരുന്നു. ഇപ്പൊ മോൾക്ക് ഇവരുടെ മസാജ് കിട്ടിയതോടുകൂടി, അതും സ്പെഷ്യൽ ഓയിൽസ് ഒക്കെ വെച്ച് അവരുടെ മസാജ് കിട്ടിയതോടുകൂടി കുട്ടീന്റെ വെയിറ്റ് റീഗെയിൻ ചെയ്യുന്നുണ്ട്. മിൽക്കിന്റെ സപ്ലൈ വളരെ കുറവായിരുന്നു. ഫസ്റ്റത്തേതിലും എനിക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു, സെക്കൻഡത്തേതിലും അതേപോലെ ആവോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടുന്ന് അവരാ നേരത്തെ തന്നെ അതിനുള്ള സപ്ലിമെന്റ്സും കാര്യങ്ങളും ഒക്കെ തന്നു. അപ്പൊ മിൽക്കും മാഷാല്ലാ കുട്ടിക്ക് ഇനഫാണ്. പിന്നെ ഇവിടെ ക്ലീനിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്റ്റാഫ്സ് അവര് ഡെയിലി വരും, ക്ലീൻ ചെയ്യും. അത് മാത്രമല്ല ഡെയിലി നമുക്ക് കംഫർട്ടറും
എൻ്റെയും എൻ്റെ ബൈസ്റ്റാൻഡർക്കുള്ള കംഫർട്ടറും ബെഡ്ഷീറ്റും ഡെയിലി മാറ്റി തരും. അതൊരു വലിയ കാര്യമാണ്. കാരണം ആഫ്റ്റർ ഡെലിവറി നിങ്ങൾക്ക് അറിയാലോ, ബേബിക്ക് എത്രത്തോളം കെയർ വേണമെന്നുള്ളത് നമുക്കറിയാലോ. സോ അതും ഇവിടെ നല്ല ഉഷാറാണ്. അത് മാത്രമല്ല, ഫുഡ് എടുത്ത് പറയേണ്ട കാര്യമാണ്. സ്പെഷ്യൽ ഡയറ്റീഷ്യൻസ് ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ എന്നും അവർ വന്ന് ചോദിക്കും, ഇത് ഓക്കെ ആണോ, ആ ഫുഡ് ഓക്കെ ആണോ. ഇനി നമുക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഇന്ന പെർട്ടിക്കുലർ ഡിഷ് നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ അതിനോട് കോംപ്രമൈസ് ചെയ്യാത്ത, എന്ന് വെച്ചാൽ ന്യൂട്രീഷണൽ വാല്യൂ കോംപ്രമൈസ് ചെയ്യാത്ത രീതിയിലുള്ള ഡിഷ് അവരെന്ത് ചെയ്യും, നമുക്ക് തരും. സോ അതൊക്കെ വലിയൊരു ബെനിഫിറ്റാണ്. പല സ്ഥലങ്ങളിലും ഞാൻ കേട്ടിട്ടുണ്ട്, ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് കഴിഞ്ഞാൽ അതൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് തരിക എന്നുള്ളത് എപ്പോഴും എല്ലാ സ്ഥലങ്ങളിലും പോസിബിൾ അല്ല. ഇവര് അതും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ചെയ്തു തരുന്നുണ്ട്. പിന്നെ നമ്മൾ വിചാരിക്കും നമ്മളെ വീട്ടിൽ നിന്ന് ഒറ്റപ്പെട്ട് വന്നിരിക്കാന്ന്. ഇവിടെ യൂഷ്വലി അറബ്സും നോർത്തും ആണ് കുറെ ഞാൻ കണ്ടുള്ളത്. മലയാളീസ് ഇല്ല എന്നല്ല, ഉണ്ട്. പക്ഷേ അപ്പോൾ ഇവിടെ വരുമ്പോൾ ഈവൻ അറബ്സ് വരെ നമ്മളോടുള്ളൊരു അപ്രോച്ച് നമ്മളുടെ ഓൺ ഫാമിലി പോലെയാണ്. സോ ശരിക്കും ഇതൊരു വീടാണ്. ഒരു ആംബിയൻസും എല്ലാം ഒരു നമുക്കൊരു ഹോംലി ഫീലിംഗ് ആണ്. സോ ആലിക്കുട്ടീസ് എന്നുള്ള സ്ഥലം ഞാൻ എത്ര പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഈ ഒരു സമയത്തിനുള്ളിൽ പറഞ്ഞു തീർക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ വന്ന് അനുഭവിക്കണം. അത് ഏതാണ്, അതിപ്പോൾ പോസ്റ്റ് നാറ്റൽ കെയറോ അതോ മാത്രമല്ല, ആഫ്റ്റർ ഡെലിവറി ഇഷ്യൂസ് മാത്രമല്ല, ഇതേത് സംഭവത്തിനാണെങ്കിലും നിങ്ങൾക്ക് ബാക്ക് പെയിൻ, അതുപോലെ വെരിക്കോസ് അല്ലെങ്കിൽ വേറെ ഇഞ്ചുറീസ് അല്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ആഫ്റ്റർ ട്രീറ്റ്മെന്റിന് വേണ്ടി നിങ്ങൾക്ക് എന്തുകൊണ്ടും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോസ്പിറ്റലാണ്. അപ്പോൾ ഡു വിസിറ്റ്, ആൻഡ് ഇറ്റ്സ് ബെസ്റ്റ് പ്ലേസ് ആൻഡ് ബെസ്റ്റ് ട്രീറ്റ്മെന്റ്